താങ്കൾ 60 വർഷം CPM-ലും 10 വർഷം BJP-യിലും പ്രവർത്തിച്ചു. അപ്പോൾ താങ്കളുടെ ഈ 10 വർഷത്തെ CPM-ൽ നിന്നും BJP-യിൽ പ്രവർത്തിച്ച ഈ 10 വർഷത്തെ അനുഭവങ്ങൾ ഒന്ന് താരതമ്യം ചെയ്യാം. നല്ല ചോദ്യം. CPM-ൽ വർക്ക് പ്രഷർ കൂടുതലാണ്. ഓരോ മാസവും പണ്ടുവിനുള്ള കോട്ട, ആളുകളെ സമരത്തിന് കൊണ്ടുപോകാനുള്ള കോട്ട, ദേശാമനിയുടെ പിരിവ്, കൈരളി ചാനലിൻ്റെ പിരിവ്, കോട്ട കിട്ടും. കോട്ട പൂർത്തിയാക്കിയേ പറ്റും. BJP-യിൽ ഇങ്ങനെ ഒരു വർക്ക് പ്രഷറും ഇല്ല. ആരും ഒരു വർക്ക് ഏൽപ്പിക്കത്തില്ല. ഇഷ്ടമുള്ളത് ചെയ്താൽ മതി. ചെയ്തില്ലെങ്കിൽ ആരും ചോദിക്കത്തതുമില്ല. ഇതാണ് ഒരു പ്രധാന വ്യത്യാസം. അപ്പോൾ ഞാൻ കോൺഗ്രസിൽ നിന്നും പ്രത്യേകിച്ചും CPM-ൽ നിന്നും BJP-യിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് നൽകുന്ന ഒരു ഉപദേശം ഇതാണ്: അമിതമായ ആവേശമൊന്നും കാണിക്കണ്ട. കുറേയൊക്കെ റാഗിങ് ഉണ്ടാവും, അത് സഹിച്ചേ പറ്റൂ BJP-യിൽ. പക്ഷേ ഒരു കാര്യം പറയാം, നമ്മുടെ സത്യസന്ധതയ്ക്കെതിരായി, ദേശസ്നേഹത്തിനെതിരായി, നമ്മുടെ വിശ്വാസത്തിനെതിരായി ഒന്നും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരില്ല. സമാധാനമായിട്ട് BJP-യിൽ ജീവിക്കാം എന്നുള്ളതാണ് BJP-യുടെ പ്രത്യേകത. മാർക്സിസ്റ്റ് പാർട്ടി വളരെ കർമ്മനിരതരാണ്. അവർ കമ്മ്യൂണിസ്റ്റ് പച്ച പോലെ പെട്ടെന്ന് പ്രചരിക്കും, പടരും, അതുപോലെ പെട്ടെന്ന് നശിക്കുകയും ചെയ്യും. BJP ഒരു തേക്ക് മരം പോലെയാണ്, പതുക്കെ വളരൂ, പക്ഷേ അത് എന്നും നിലനിൽക്കും. നമുക്ക് BJP-ക്ക് ഒരു MP ഉണ്ടാക്കാൻ 75 വർഷം എടുത്തു എന്നുള്ള കാര്യം ഓർക്കുക. നമ്മുടെ രാജ്യത്ത് CA നടപ്പിലായിരിക്കുകയാണ്. ഇത് കേരളത്തിൽ നടപ്പിലാക്കിയതുകൊണ്ട് ആർക്കാണ് ബുദ്ധിമുട്ട്, ആർക്കാണ് ഇതിന്റെ ഗുണം, അങ്ങനെ വല്ലതുമുണ്ടോ? ഇവിടെ മൊത്തത്തിൽ പ്രചരിപ്പിക്കുന്നത് CA നടപ്പിലാക്കത്തില്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയാൻ CA നടപ്പിലാക്കത്തില്ല, ഈ നടപ്പിലാക്കിയാൽ വളരെ ഭവിഷ്യത്ത് അനുഭവിക്കണമെന്നൊക്കെയുള്ള ഒരു ഭീഷണി സ്വരത്തിലാണ് പോകുന്നത്. ഇതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? CA നടപ്പിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഗുണമുണ്ടോ? സിറ്റിസൺസ് അമെൻമെന്റ് ആക്ട് അത് നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇതുകൊണ്ട് കേരളത്തിലെ ഒരാൾക്ക് പോലും ഒരു ഉപദ്രവവും ഒരു ദോഷവും വരില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ സിറ്റിസൺ അമെൻമെന്റ് നേരത്തെ നമ്മളെ ഇന്ത്യയിലേക്ക് കുടിയേറി 10 വർഷത്തിന് മുമ്പ് 2014 മുമ്പിൽ കുടിയേറി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ താമസിക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾക്ക് വേണ്ടി, ആ അഭയാർത്ഥികൾ ഹിന്ദുക്കൾ, സിഖുകാർ, ജൈനന്മാർ, ബുദ്ധിസ്റ്റുകൾ ഒക്കെയാണ് ഉൾപ്പെടുന്നത്. അങ്ങനെയുള്ള 13,000 പേരുടെ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിലുണ്ട്. ഇവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കണമെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കാലാകാലങ്ങളിൽ പാർലമെന്റിൽ ആവശ്യപ്പെട്ടതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ആവശ്യപ്പെട്ടത് ഇപ്പോൾ മോഡി ഗവൺമെൻറ് നടപ്പിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിൽ ഈ 13,000 പേരിൽ ആരെങ്കിലും കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം ഇവരൊക്കെ വടക്കേ ഇന്ത്യയിലും പ്രത്യേകിച്ചും ബോംബെ, ഡൽഹി, കൽക്കട്ട ഈ പ്രദേശങ്ങളിലാണ് ഈ 13,000 പേരും താമസിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ആർക്കെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലുള്ള ഒരു മുസ്ലിമിനും ഒരു ദോഷവുമില്ല. ഇനിയും കേരളത്തിൽ ആർക്കെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല എന്നേ പറയാൻ പറ്റൂ. കാരണം ഈ 13,000 പേരിൽ ആരും കേരളത്തിലുള്ളതായിട്ട് വിവരം ഇല്ല.